ഓം ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ ദ്വാവിംശോऽധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൈത്രേയ ഉവാച. ഏവമാവിഷ്കൃതാശേഷഗുണകർമ്മോദയോ മുനിം സവ്രീഡ ഇവ തം സമ്രാടുപാരതമുവാച. മനുരുവാച. ബ്രഹ്മാസൃജൽ സ്വമുഖതോ യുഷ്മാനാത്മപരീപ്സയാ ഛന്ദോമയസ്തപോ വിദ്യായോഗയുക്താനലംബടാൻ ക്ഷത്രാണായാസുജക്ഷാസ്മാൻ ദോസ്സഹസ്രാത് സഹസ്രപാദ ഹൃദയം തസ്യ ഹി ബ്രഹ്മ ക്ഷത്രമംഗം പ്രചക്ഷതേ. അതോ ഹ്യന്യോന്യമാത്മാനം ബ്രഹ്മക്ഷത്രം ച രക്ഷത രക്ഷതി സ്മാവ്യയോ ദേവ സയഃ സദസദാത്മക. തവ സന്ദർശനാദേവ ഛിന്നാ മേ സർവസംശയാഃ. യൽസ്വയം ഭഗവാൻ പ്രീത്യാ ധർമ്മമാഹ രിരക്ഷിഷോഃ. ദിഷ്ട്യാ മേ ഭഗവാൻ ദൃഷ്ടോ ദുർദർശോ യോ കൃതാത്മനാം. ദിഷ്ട്യാ പാദരജസ്പൃഷ്ടം ശീർഷ്ണാ മേ ഭവതഃ ശിവം. ദിഷ്ട്യാ ത്വയാനുശിഷ്ടോऽഹം കൃതശ്ചാനുഗ്രഹോ മഹാൻ. അപാവൃതൈഃ കർണരന്ധ്രൈർജുഷ്ടാ ദിഷ്ട്യോശരീർഗിര. സ ഭവാൻ ദുഹിതൃസ്നേഹപരിക്ലിഷ്ടാത്മനോ മമ. ശ്രോതുമർഹസി ദീനസ്യ ശ്രാവിതം കൃപയാ മുനേ. പ്രിയവ്രതോത്ഥാനപദോഃ സ്വസേയം ദുഹിതാ മമ. അന്വിച്ഛതി പതിം യുക്തം വയഃശീലഗുണാദിഭിः. യദാ തു ഭവതഃ ശീലശ്രുതരൂപവയോ ഗുണാൻ അശൃണോന്നാരദാദേശ ത്വയ്യാസീകൃതനിശ്ചയാ. തത്പ്രതീക്ഷദ്വിജാഗ്രേ മാം ശ്രദ്ധയോപഹൃതാം മയാ സർവാത്മനാനുരൂപാം തേ. ഗൃഹമേധിഷു കർമ്മസു ഉദ്യതസ്യ ഹി കാമസ്യ പ്രതിവാദോ ന ശസ്യതേ. അപി നിർമുക്തസംഗസ്യ കാമരക്തസ്യ കിം പുനഃ. യ ഉദ്യതമനാധൃത്യ കീനാശമഭിയാചതേ. ക്ഷീയതേ തദ്യശസ്ഫീതം മാനശ്ചാവജ്ഞയാ ഹതഃ. അഹം ത്വാശൃണവം വിദ്വൻ വിവാഹാർത്ഥം സമുദ്യതം. അതസ്ത്വമുപകുർവാണ പ്രത്താം പ്രതിഗൃഹാണ മേ. ഋഷിരുവാച. ബാഠമുദ്വോഢുകാമോഹമപ്രത്താച തവാത്മജാ. ആവയോരനുരൂപോസാവാദ്യോ വൈവാഹികോ വിധി. കാമഃ സ ഭൂയാം നരദേവതേ സ്യാഃ പുത്ര്യാഃ സമാം നായ വിധൗ പ്രതീത. ക ഏവ തേ തനയാം നാദ്രിയേത സ്വയൈവ കാന്ത്യാ ക്ഷിപതീമിവ ശ്രിയം. യാം കർമ്മ്യപൃഷ്ഠേ ക്വണദാഘ്രിശോഭാം വിക്രീഡതിം കന്ദുകവിഹ്വലാക്ഷീം. വിശ്വാവസുർണ്യപദസ്വാദ്വിമാനാദ്വിലോക്യ സമ്മോഹവിമൂഢചേതാഃ താം പ്രാർത്ഥയന്തീം ലലനാലലാമമസേവിതശ്രീചരണൈരദൃഷ്ടാം. വത്സാം മനോരുച്ഛപദസ്വസാരം കോ നാനുമന്യേത ബുധോऽപി യാതാം. അതോ ഭജിഷ്യേ സമയേന സാധ്വീം യാവത്തേജോ ബിഭ്രിയാദാത്മനോ മേ. അതോ ധർമാൻ പാരമഹംസ്യ മുഖ്യാൻ ശുക്ലപ്രോക്താൻ ബഹുമന്യേ വിഹിംസ്രാൻ. യതോ ഭവദ് വിശ്വമിദം വിചിത്രം സംസ്ഥാസ്യതേ യത്ര ജമാവതിഷ്ഠതേ. പ്രജാപതീനാം പതിരേഷ മഹ്യം പരം പ്രമാണം ഭഗവാനനന്ത. മൈത്രേയ ഉവാച. സ ഉഗ്രധന്വന്യദേവഃ ബഭാഷേ ആസീച്ച തൂഷ്ണീം അരവിന്ദനാഭം ധിയോപഗൃഹ്ണൻ സ്മിതശോഭിതേന മുഖേന ചേതോ ലുലുഭേ ദേവഹൂത്യാ. സോനുജ്ഞാത്വാ വ്യവസിതം
महिष्यादुहितुस्फुटं तस्मै गुणगणाढ्याय ददौ तुल्यां प्रहर्षिता शतरूपा महाराज्ञी पारिबर्हान् महाधनान् दम्पत्योः पर्यदात् प्रीत्या धूषावासपरिच्छदान् प्रत्तां दुहितरं सम्राट् सदृक्षाय गतं व्यथा उपगुह्यत बाहुभ्यामौत्कण्ठ्योन्मथिताशय अशक्नुवं स्तदविरहं मुञ्जन् बाष्पकलां मुहुः आसिञ्चदम्बवत्सेति नेत्रोदयर्दुहितुशिखा आमन्त्रतं मुनिवरमनुज्ञात सहानुग प्रदस्थे रथमारुह्य सभार्यस्वपुरं नृप उभयो ऋषिकुल्यायाः सरस्वत्याः सुरोधसोः ऋषीणाम् उपशान्तानां पश्यन्नाश्रमसम्पदां तमायां तमभिप्रेत्य ब्रह्मावर्तात् प्रजापतिं गीतसंस्तुतिवादित्रैः प्रत्युदीयुप्रहर्षिताः बर्हिष्मती नाम पुरी सर्वसम्पत्समन्विता न्यपतन्यत्र रोमाणि यज्ञस्याङ्गं विधुन्वद कुशाः काशास्त एवासन् शश्वद्धरितवर्चसा ऋषयो यैः पराभाव्य यज्ञघ्नान्यज्ञमीगिरे कुशकाशमयं बर्हिरास्तीय भगवान् मनु अयद्यज्ञपुरुषं लब्धास्थानं यतो भुवं बर्हिष्मतीं नाम विपुर्यां निर्विश्यसमावसत् तस्यां प्रविष्टो भवनं तापत्रयविनाशनम् सभार्य सप्रजकामान् बुभुजेन्याविरोधता सङ्गीयमानसत्कीर्ति सस्त्रीभिः सुरगायकैः प्रत्यूषेष्वनुबद्धेन हृदा शृण्वन् हरेः कथाः निष्णातं योगमायासु मुनिं स्वायम्भुवं मनुं यदा भ्रंशयितुं भोगानशेकुर्भगवत्परम् अयातयामास्तस्या सन्यामास्वान्तरयापनाः शृण्वतो विष्णोः कुर्वतो ब्रुवतः कथाः स एवं स्वान्तरं निन्ये युगानामेकसप्तरिं वासुदेवप्रसङ्गेन परिभूतगतित्रया शारीरा मानसा दिव्या वैयासे एजमानुषाः भौतिकाश्च कथं क्लेशा बाधन्ते हरिसंश्रयम् यः पृष्टो मुनिभिप्राधर्मान् नानाविधान् शुभान् नृणां वर्णाश्रमाणां च सर्वभूतहितः सदा एतत्त महदिराजस्य मनोश्चरितमद्भुतं वर्णितं वर्णनीयस्य तथपत्योदयं शृणु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां तृतीयस्कन्धे 12विंशोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द